ഹലോ, നമ്മളിത് കാണാൻ പോകുന്നത് എൻ്റെ ഫാമിലിയുടെ ഒപ്പം ഞാൻ സ്പെൻഡ് ചെയ്ത കുറച്ച് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എടപ്പള്ളി പള്ളിയിലോട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 4:30 ആയി കാണും കേട്ടോ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നേ. റോഡ് ക്രോസ് ചെയ്ത് പതുക്കെ അങ്ങനെ ആങ്ങി തൂങ്ങിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തൊക്കെയാണ്. നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടോ. ഏനും മലനൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. 2 പേരും പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി യാത്രകൾ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇത് എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കേട്ടോ. അവിടുത്തെ പാർക്കിങ്ങും കാര്യങ്ങളുമാണ്. ഇത് പഴയ പള്ളിയാണ്. ഒരുപാട് ചരിത്രം ഇറങ്ങുന്ന പള്ളിയാണ് കേട്ടോ എടപ്പള്ളി. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ചെന്നാലും അവിടെ ആളുകളുണ്ടാവും. അറിയാലോ, അതൊരു തീർത്ഥാടന കേന്ദ്രം കൂടി ആയിട്ട് ഉള്ള പോലെയാണ്. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് പോലെയൊക്കെയാണ്. അപ്പോൾ പള്ളിയുടെ അകത്തെ വീഡിയോ എന്തായാലും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതെനിക്ക് എന്തോ വേണ്ടാന്ന് തോന്നി. ഇത് പള്ളിയുടെ പുറത്ത് നമ്മൾ തിരിയൊക്കെ കത്തിച്ച് അടിമ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങ് അപ്പുറത്താണ് കേട്ടോ പൂവും കോഴി നിറച്ചിക്കുള്ള കോഴികൾ കിടക്കുന്നത്. ഇത് നമ്മൾ പള്ളിയുടെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കോരി കുടിക്കുന്നതാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഞാനും കരുതി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നതാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മുഖമൊക്കെ കഴുകി കുടിച്ചു, വെള്ളം വെച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് പള്ളിയുടെ സൈഡിലുള്ള തിരി കത്തിക്കുന്ന സ്ഥലമാണ്. അലനാണെങ്കിൽ മുകളിലോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ പുതിയ പള്ളി. പുതിയ പള്ളിയുടെ കൈവരിയാണ് കേട്ടോ. അങ്ങനത്തെ സ്ലോപ്പ് പോലത്തെ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാനായിട്ട് താഴെ ഒരു എന്താ പറയുക, വീഴാതിരിക്കാനുള്ള ഗ്രിപ്പൊക്കെ ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടൊന്നും ഇതില്ലായിരുന്നേ. ഇതൊരു ലോൺ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പള്ളിമേടയാണ് ആ കാണുന്നത്. ഇത് എന്താ പറയുക, മണി വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ. പള്ളിയുടെ ഫ്രണ്ടിലെ സ്ഥലമാണ് ഇത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പള്ളിയുടെ മുറ്റം എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സ്ഥലം. ഇതിൻ്റെ അടിയിലാണ് കേട്ടോ നമ്മുടെ ശവക്കല്ലറകളുള്ളത്. പള്ളിയുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ലൈറ്റിലാണ്. ഇത് എൻട്രൻസ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ കുർബാനയുടെ ടൈമായിരുന്നു. കുർബാന കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് പള്ളിയുടെ സ്റ്റോളാണ്. അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. എല്ലാവരും കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാം കേട്ടോ. അത്യാവശ്യം വേണ്ടുന്ന പ്രാർത്ഥനാ മുറിയിലേക്ക് വേണ്ടുന്ന എല്ലാത്തരം കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട് വെച്ചപ്പോൾ ഒരു രൂപം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങൾക്കൊരു മനസ്സിനിണങ്ങിയ രൂപം കിട്ടിയില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് രൂപങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, തിരിക്കാലുകൾ, അങ്ങനെ സ്റ്റാച്ചുകൾ, കൊന്തകൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗി. എനിക്കാണെങ്കിൽ ഇതിലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കൊന്തയാണ് കേട്ടോ. കൊന്ത കുറേ തപ്പി. അത് കഴിഞ്ഞിട്ട് അവസാനം ഒരു കൊന്ത ഞാൻ എടുത്തിട്ട് പോന്നു. അതിനുശേഷം കൊന്തയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ സ്റ്റാച്ചുകൾ നോക്കി. നമ്മൾ ക്രിസ്മസ് പുൽക്കൂടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാച്ചു ഒക്കെ അവിടെ നോക്കിയിരുന്നു കേട്ടോ. ഈ ഫോട്ടോസൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഗ്ലാസ് ഡോറിൻ്റെ അടുത്തുള്ള ഇതാണ് കേട്ടോ, റാക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മൾ കുന്തിരിക്കം വാങ്ങിയിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കി നടന്നു. കുരിശ് രൂപങ്ങൾ, കാശ് രൂപങ്ങൾ, അങ്ങനെ അമ്മക്ക് എന്താ പറയുക, വെന്തിങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ നോക്കിയത്. ഓരോ സാധനങ്ങളുടെ പുറകിലും അത് അവർ റേറ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓരോ രൂപങ്ങൾക്കും റേറ്റ് ഉണ്ട്. ഈ രൂപം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 7,000 ആയിരുന്നു എന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ളൊരു രൂപമായിരുന്നു. പിന്നെ ഇപ്പോൾ ഡിജിറ്റൽ രൂപങ്ങളുണ്ട് കേട്ടോ. ഈ ലൈറ്റുകൾ മുഴുവൻ ആ ഡിജിറ്റൽ രൂപത്തിൻ്റെയാണ്. അത് ഓരോ രൂപത്തിനും 3,000 രൂപ വെച്ചായിരുന്നു. ഇതാ കാണുന്ന
പുണ്യാളൻ്റെ രൂപം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് 3000 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി രൂപങ്ങളൊക്കെ വാങ്ങിയത് കൊണ്ട് ഇപ്പം അടുത്തൊന്നും അതുപോലത്തെ രൂപം വാങ്ങാനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ച് പോന്നു. തിരുഹൃദയത്തിൻ്റെ രൂപവും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ചെറിയ ചെറിയ രൂപങ്ങളുണ്ട് കേട്ടോ. നമുക്ക് മുറുക്കി വെക്കാനും മുറിക്കകത്ത് വെക്കാനും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇത് ചെറിയ ഫ്ലവർ വേസ് ആണ്. നമുക്ക് നമ്മുടെ വീട് പ്രാർത്ഥനാ മുറിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ഫ്ലവർ വേസ്. ഇത് ക്രിബിൻ്റെ ഉള്ളിൽ വെക്കണ രൂപങ്ങളാണ് കേട്ടോ. ഹോളി മാർബിളിലുള്ളത്, സാധാരണ പ്ലാസ്റ്റർ ഓഫ് പാരീസിലുള്ളത്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള രൂപങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ വ്യൂ. ഒരു പുണ്യാളോട് പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന അവിടെ നിന്ന് പോരുന്ന വഴിക്ക് നമ്മൾ ഒരു ചായ കുടിക്കാനായിട്ട് കയറി. ഏനും എല്ലാവരും ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ ചായ കുടിച്ചില്ല, അവർ ചായ കുടിച്ചു. പിന്നെ പഴംപൊരിയാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി. ഇന്ന് നമ്മൾ പോകുന്നത് ഇവരുടെ ആര്യയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അത് കാരണം ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.